കനത്ത ചൂട് പാലക്കാടിന്റെ സർവ്വമേഖലയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ചൂട് കനത്തതോടെ തിരക്കുള്ള പ്രദേശങ്ങളിലെല്ലാം ആളൊഴിഞ്ഞു തുടങ്ങി. പാലക്കാട് കോട്ടമൈതാനത്തെ വ്യായാമത്തിനെത്തുന്ന ആളുകളുടെ എണ്ണം നന്നേ കുറഞ്ഞു. വ്യായാമത്തിനായി എത്തുന്ന ആളുകൾ വ്യായാമത്തിന്റെ ദൈർഘ്യവും കുറച്ചു. അധികമായി വെള്ളം കുടിച്ചുമൊക്കെയാണ് ചൂടിനെ നേരിടുന്നത്. വെള്ളം കുടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ. ഇക്ബാൽ ഇറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. പാലക്കാട് ചൂട് കനക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കോട്ടമൈതാനത്താണ്. ഇവിടെ കോട്ടമൈതാനത്ത് സാധാരണ രീതിയിൽ രാവിലെ ഒരു 6 മണി മുതൽ തന്നെ ആളുകളെല്ലാം എത്തി ഈ എക്സസൈസ് കാര്യങ്ങളെല്ലാം തുടങ്ങും. അത് ഉള്ള ഒരു കാഴ്ചയാണ് പാലക്കാട്. നിത്യേന ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ചൂട് കനത്ത സാഹചര്യത്തിൽ പുലർച്ചയ്ക്ക് തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. കാരണം ചൂട് കനക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വ്യായാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് വീടുകളിലേക്കും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലേക്കും പോകാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ആണ്, ഇൻസ്പെക്ടറായിട്ട് വ്യായാമത്തിലാണ്. ആ വ്യായാമം എല്ലാ ഊർജ്ജസ്വലതയും വ്യായാമമാണ്. മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലുള്ള എക്സൈസ് രാപ്പാടി ഹെൽത്ത് കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ചൂടല്ലേ, ഈ ചൂടത്തെ ചൂട് ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്നുണ്ട്, അതിജീവിക്കുകയാണ്. ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. പാലക്കാട് ജനങ്ങൾ ബേജാറാകേണ്ട പറഞ്ഞ് കമ്മിയാണ് കാണിക്കണേ. എങ്കിരുന്നാലും നമ്മൾ അതിനൊക്കെ അതിജീവിച്ച് ജീവിച്ചല്ലേ പറ്റൂ. ചൂട് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. ചൂട് കാരണം ഈ ഒരു ദിവസം പോലും കളി നിർത്തലില്ല. സമയക്രമത്തിൽ ചെറിയ മാറ്റം സാധാരണ രീതിയിൽ കുറച്ച് നമ്മളൊരു അരമണിക്കൂർ നേരത്തെ ആക്കിയിട്ടുണ്ട്. ശീലിച്ചുകൊണ്ട് കുഴപ്പമില്ല. പാലക്കാടത്തെ ചൂട് ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പോൾ എല്ലാ കൊല്ലം ഈ സീസണിൽ 40-40 അത് പറയുമ്പോൾ 40-ൻ്റെ ഉള്ളിൽ നിൽക്കും. 43-ൻ്റെ മുകളിലുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് ചൂട് ആകാറായി. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇലക്ഷന്റെ ചൂട് കഴിഞ്ഞപാടെ ഇപ്പോൾ കാലാവസ്ഥ വളരെ ചൂടിലേക്ക് മാറി. ഇലക്ഷന്റെ ചൂട് കഴിഞ്ഞു, പക്ഷേ റിസൾട്ട് അറിയാനുള്ള ഒരു വ്യഗ്രത എല്ലാവർക്കും ഉണ്ട്. എങ്ങനെ വരും കാത്തിരിപ്പിനിടയിലാണ് ഇങ്ങനെ ചൂട് കയറി. അതെ, ഞാൻ റെയിൽവേയിലാണ്, ഡെപ്യൂട്ടി ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ പാലക്കാട് സ്ക്വാഡിലാണ്. ബേസിക്കലി അത്ലറ്റാണ്. ഈ ചൂട് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കളിയാകുമ്പോൾ ചൂടാകുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കും. അങ്ങനെ അതിന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ചൂടെന്ന് പറഞ്ഞിട്ടായിട്ട് നമുക്ക് നിർത്താനൊന്നും പറ്റില്ല. അതിനനുസരിച്ച് ഞങ്ങളുടെ വ്യായാമത്തിൻ്റെ ഇത് കുറയ്ക്കും ഞങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വ്യായാമം ചെയ്യുന്നവരൊക്കെ ഈ നേരത്തെ തന്നെ വ്യായാമമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നേരത്തെ തന്നെ വ്യായാമമൊക്കെ ചെയ്യുക. സൂര്യപ്രകാശം വന്നിട്ട് വ്യായാമം ചെയ്യാനായിട്ട് ഇരിക്കണമെന്നില്ല. ഒരു 7:30 ആകുമ്പോഴേക്ക് വ്യായാമമൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പരമാവധി നേരിട്ട് വെയിൽ കൊള്ളാതെ കുട്ടികളെ ഒന്നും 8 മണിക്ക് ശേഷം കാര്യമായിട്ട് കളിക്കാൻ പുറത്തേക്ക് വിടണ്ട. അവർ വീട്ടിൽ ഇരുന്ന് കളിച്ചോട്ടെ. സൂര്യാഘാതം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക.